ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രൈരീസ് കെയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു മിലിറ്ററി ഓപ്പറേഷൻസാണ്. നമുക്കറിയാം, മിലിറ്ററി ഓപ്പറേഷൻസ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും വളരെ ദുരിതപൂർണമായിട്ടുള്ളതും ഒക്കെ ഉള്ള ഒരു ഓപ്പറേഷനാണ്. എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് പല ഓപ്പറേഷൻസ് നടക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ്റെ മിലിറ്ററിക്ക് ഒരു സെറ്റ് ബാക്ക് അല്ലെങ്കിൽ ഡിബാക്കിൾ സംഭവിച്ചത് 1962 നടന്ന ഇൻഡോ-സൈനോ വാറിനാണ്. ചൈനയുമായിട്ട് നമ്മൾ പരാജയപ്പെടുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അതിൻ്റെ മെയിൻ പ്രോബ്ലംസ് നമ്മുടെ ലോജിസ്റ്റിക് സപ്പോർട്ടിൻ്റെ കുറവായിരുന്നു എന്നാണ്. നമ്മളെ ധീരജവാന്മാർ ധീരമായി പോരാടിയെങ്കിലും അവർക്കൊരു സപ്പോർട്ടില്ലാതെ, ലോജിസ്റ്റിക് സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു യുദ്ധത്തിനും. അതുപോലെ ടേം ചെയ്യപ്പെടുന്ന USA പണ്ട് വിയറ്റ്നാമിൽ പോയി ഗറില്ല വാർഫെയറിനോട് പരാജയപ്പെട്ടതുപോലുള്ളൊരു പരാജയം ഏറ്റുവാങ്ങാനായിരുന്നു നമ്മളെ 1987 ശ്രീലങ്കയിലേക്ക് വിട്ടത് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന പേരിൽ, IPKF. നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻസ് പരാജയമായിരുന്നില്ല, ബട്ട് വേണ്ട രീതിയിൽ അതിൽ നമുക്കൊരു പേരെടുക്കാൻ പറ്റിയില്ല, ഡ്യൂ ടു വേരിയസ് റീസൺസ്. ഓക്കെ, നമുക്കതൊന്ന് പരിശോധിക്കാം. 1987 രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഒരു ശ്രീലങ്ക അക്കോർഡ് സൈൻ ചെയ്യുകയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് വന്നിട്ട് മെയിനായിട്ട് നമ്മളൊരു അന്ന് രണസിംഗയാണോ ആരാണോ പ്രസിഡൻറ്റ് ശ്രീലങ്കയുടെ, എനിക്ക് ഓർമ്മ വരുന്നില്ല. അതിനകത്ത് മെയിനായിട്ടുണ്ടായിരുന്നത് ഇന്ത്യ അവരോട് കോപ്പറേറ്റ് ചെയ്യണം. മെയിനായിട്ടുള്ള അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തമിഴ് ഏരിയകളിൽ, അതായത് LTTയുടെ പ്രസൻസുള്ള ആ ഏരിയകളിൽ ഇലക്ഷൻ നടത്താനും മറ്റും ഇന്ത്യ സഹായിക്കണം. അവിടെ തമിഴ് വംശജർക്ക് വേണ്ട പരിഗണന അവർ കൊടുത്തോളാം. അവിടുത്തെ മിലിറ്ററി ഓപ്പറേഷൻസിനെ ഇതിൽ നമ്മളെ രക്ഷിക്കണം. അതായത് LTT വളർന്ന് തമിഴ് ഇൻസർജൻസി വളർന്ന് സിംഹളീസ് മിലിറ്ററി ആൻഡ് പോലീസിന് വളരെ തലവേദനയായിരുന്ന സിറ്റുവേഷനായിരുന്നത്. ആ സമയത്ത് ഹിഡൻ അജണ്ട ശ്രീലങ്കയുടെ ചിലപ്പോൾ മരിക്കുന്നെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചോട്ടെ എന്ന് വരെ ആണോ എന്ന് പോലും സംശയിക്കപ്പെടുന്ന രീതിയിലാണ് പിന്നീട് വന്ന ട്രീറ്റ്മെൻറ്റുകൾ. ബട്ട് ഓൺ എ ഗുഡ് ഫെയ്ത്ത് നമ്മുടെ അയൽവാസിയായ ഒരു കൺട്രിയെ, അയൽരാജ്യമായ ശ്രീലങ്കയെ രക്ഷിക്കാൻ വേണ്ടത് ചെയ്യുക എന്നുള്ള വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം അന്ന് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടിട്ട് അവരെ തമിഴ് ടെററിസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്താം, ശ്രീലങ്കയെ അവരെ ഇലക്ഷൻ നടത്തി നല്ലൊരു ഗവൺമെൻറ് അവിടെ പുനഃസ്ഥാപിപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ളതായിരിക്കാം അവരുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഓക്കെ, IPKFനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ LTTയെ കുറിച്ച് പറയണം. വാട്ട് ഈസ് LTT? ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം. LTT എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഓർഗനൈസേഷനാണ്, തമിഴിയൻസിൻ്റെ ഓർഗനൈസേഷനായിരുന്നു അത്. ദി ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഏലം വാസ് എ തമിഴ് മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ദാറ്റ് വാസ് ബേസ്ഡ് ഇൻ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ Sri Lanka. The LTT fought to create an independent Tamil state. ഒരു ഇൻഡിപെൻഡൻറ്റ് തമിഴ് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധം ചെയ്തവരാണ് LTT. ആ തമിഴ് സ്റ്റേറ്റിൻ്റെ പേര് അവരുദ്ദേശിക്കുന്നത് തമിഴ് ഏലം, ഇൻ ദി നോർത്ത് ഈസ്റ്റ് ഓഫ് ദി ഐലൻഡ്. ഇൻ റെസ്പോൺസ് ടു violent persecution and against Sri Lankan Tamils, violent persecution and discriminatory policies against the Sri Lankan Tamils by the Sinhalese nominated Sri Lankan government. അതായത് അവിടുത്തെ
തമിഴിയൻസിനെ അവർക്ക് ഏതൊരു കാര്യത്തിലും ഡിസ്ക്രിമിനേഷൻ, സെക്കൻഡ് സിറ്റിസണായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു അവിടെ. അവർക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തമിഴിയൻസ് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ശ്രീലങ്കയിൽ. ഇത് ആക്ച്വലി ഇടയ്ക്ക് കുറച്ച് സമുദ്രമുണ്ടെങ്കിലും ആളുകൾ നീന്തി വരെ കിടക്കുമായിരുന്നു എന്നൊക്കെയാണ് അന്ന് കേട്ടിട്ടുള്ളത്. രാമേശ്വരത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ശ്രീലങ്കയുടെ തീരങ്ങളിലൊക്കെ പോയിട്ട് പല ബിസിനസ് നടത്തുന്നവരുണ്ടായിരുന്ന ആ സമയത്ത്, ഇപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു തമിഴിയൻസ് അവിടെ ഒരുപാട് താമസിച്ചിട്ടും അവർക്ക് യാതൊരു പരിഗണനയും ലഭിക്കാത്തൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ LTTE പോലുള്ള മിലിറ്ററി ഓർഗനൈസേഷൻ ജന്മം കൊള്ളുന്നത്. 1958 ആൻറ്റി തമിഴ് പ്രോഗ്രാം നടന്നവിടെ ശ്രീലങ്കയിൽ. ആൻഡ് ഇൻ 1975 വേലുപ്പള്ളി പ്രഭാകരൻ ഇതെല്ലാം കണ്ട് മനം മടുത്ത് ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സിനെ തയ്യാറാക്കിയിട്ട് ഹി അസാസിനേറ്റഡ് ദി മേയർ ഓഫ് ജാഫ്ന. 1975 ജാഫ്ന മേജറിനെ അസാസിനേറ്റ് ചെയ്തു. ആര്? വേലുപ്പള്ളി പ്രഭാകരൻ, ഹു വാസ് ദി ലീഡർ ഓഫ് ദി LTTE. gradually, subsequently LTTE formed in 1976. 76 LTTE ഫോം ചെയ്തു. അപ്പോഴത്തേക്ക് അവർ നല്ല ഒരു ഓർഗനൈസേഷനായി മാറിയിരുന്നു. അവരുടെ മെയിൻ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ടു ശ്രീലങ്കൻ കൺസ്റ്റിറ്റ്യൂഷൻ 1972. 1972 ശ്രീലങ്കൻ കൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ അതിനകത്ത് രണ്ട് പ്രശ്നമായിരുന്നു ഇവർക്ക് സമ്മതിക്കാൻ പറ്റാതിരുന്നത്. ഒന്ന്, ബുദ്ധിസം പ്രൈമറി റിലീജനായിട്ട് മാറ്റി. അവിടുത്തെ പ്രൈമറി റിലീജനായിട്ട് ബുദ്ധിസത്തിനെ സ്വീകരിക്കുകയും നാഷണൽ ലാംഗ്വേജായിട്ട് സിംഹളീസ് ലാംഗ്വേജിനെ പരിഗണിക്കുകയും ഡിക്ലെയർ ചെയ്തു. അപ്പോൾ തമിഴിയൻസിനും അവിടുത്തെ ഹിന്ദു വംശജർക്കും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത് തോന്നി. ഓൾറെഡി ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തമിഴ് ജനത അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനൊരു ലീഡറെ കണ്ടപ്പോൾ എല്ലാവരും ഫുള്ളി സപ്പോർട്ട് ചെയ്തു. ആരെ? വേലുപ്പള്ളി പ്രഭാകരൻ. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം വരുന്നത്. അപ്പോൾ ഈ LTTEയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അറ്റാക്ക് പോലീസ്മാൻ, അറ്റാക്ക് പൊളിറ്റീഷ്യൻസ്, അറ്റാക്ക് ഗവൺമെൻറ് ടാർഗറ്റ്സ്, അറ്റാക്ക് ആംഡ് ഫോഴ്സസ്. ഇനിഷ്യലി ഒരു ഗറില്ല ഫോഴ്സായിട്ടാണ് ഇത്. ഗറില്ല ഫോഴ്സ് എന്ന് പറയില്ലേ, അറ്റാക്ക് ചെയ്തുക, ഒളിക്കുക, പെട്ടെന്ന് എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുക, അറ്റാക്ക് ചെയ്തിട്ട് ഓടി ഒളിക്കുക. അതാണ് ഒരു ഗറില്ല നയം എന്ന് പറഞ്ഞത്. വിയറ്റ്നാമിൽ അമേരിക്ക പോയി കുടുങ്ങിയത് ഈ ഗറില്ല ഫോഴ്സിൻ്റെ മുമ്പിലാണ്. അങ്ങനെയാണ് അവർ തോറ്റമ്പിയത് വേ ബാക്ക്. സോ ഇനിഷ്യലി ഒരു ഗറില്ല ഫോഴ്സ് ആയിരുന്നെങ്കിലും ലേറ്റർ ഇറ്റ് ഹാസ് ബിക്കം എ കൺവെൻഷണൽ മിലിറ്ററി വിങ്. കംപ്ലീറ്റ് ഒരു മിലിറ്ററിയുടെ പോലെയുള്ള കമാൻഡേഴ്സ്, റാങ്ക് സ്ട്രക്ചറും കംപ്ലീറ്റ് കാര്യങ്ങളും ഉള്ള ഒരു മിലിറ്ററി സ്ട്രക്ചറായിട്ട് മാറി. അപ്പോൾ അവർ ഉദ്ദേശിച്ചത് തമിഴേലം അവർ പിടിച്ചടക്കും, അങ്ങനെ ഉണ്ടാക്കും അവിടെ, എന്നിട്ട് തമിഴിയൻസിന് വേണ്ടിയൊരു സ്ഥലം, അങ്ങനെയുള്ളൊരു ഉദ്ദേശമായിരുന്നു അവരുടെ. അപ്പോൾ ഈ തമിഴിയൻസിനെന്ന് പറയുമ്പോഴത്തേക്കിന് അതിൻ്റെ കംപ്ലീറ്റ് ഇന്ത്യൻ സെൻറ്റിമെൻറ്റ്സ് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇന്ത്യ 1987 പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അങ്ങോട്ട് വിടുന്നത്. അതിൽ തമിഴിയൻസ് ഉണ്ട്. നമ്മളൊരു തമിഴ് വംശജരായ, അതായത് ഇന്ത്യൻ കണക്ഷൻസ് ഉള്ള ആളുകളെ അവർക്ക് നേരെ എങ്ങനെ വെടിയുതിർക്കുക? ഇറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ഡോമിനേഷൻ, ഒരു പോലീസിങ്, അത്രയൊക്കെ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു IPKF. ബട്ട് ഗ്രാജ്വലി മറ്റവരെല്ലാം പിൻവാങ്ങി. അതായത് സിംഹളീസ് പോലീസും ആർമിയും പിൻവാങ്ങി, എല്ലാം IPKFൻ്റെ തലയിൽ വന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു ടാക്റ്റിക്കൽ ഫെയിലർ എവിടെയൊക്കെയോ മണക്കുന്നുണ്ട് ഓൾറെഡി. പിന്നെ ഈ ജാഫ്ന എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് തമിഴ് വംശം. ഇതിൽ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ ആരാണോ മിലിറ്റൻസ് ആരാണെന്നോ തിരിച്ചറിയാത്ത സ്വന്തം ആളുകൾക്ക് നേരെ എങ്ങനെ നിറയൊഴിക്കും എന്നുള്ള പ്രോബ്ലംസൊക്കെ ഇന്ത്യൻ മിലിറ്ററി ഔട്ട്ഫിറ്റ്സിനെ നമ്മൾ നേരിട്ട് കാണും അവർ. സോ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. The Indian peacekeeping force was a major Indian military contingent deployed in Sri Lanka from 1987 to 1990 to enforce the Indo-Sri Lanka Accord
ആൻഡ് ഡിസാം തമിഴ് മിലിറ്റൻസ് സ്പെഷ്യലി ദി LTTE. അവരുടെ ആയുധങ്ങളെ ആയുധങ്ങൾ താഴെ വെപ്പിക്കുക അവരെ. ആരുടെ? LTTEയുടെ. ശ്രീലങ്കയിൽ ഒരു ഇലക്ഷൻ നടത്തി കൊടുക്കുക. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഇനിഷ്യലി എ പീസ് കീപ്പിംഗ് മിഷൻ, ഇറ്റ് എസ്കലേറ്റഡ് ഇൻ ടു എ കൗണ്ടർ ഇൻസർജി കൺഫ്ലിക്റ്റ്. നമ്മളൊരു പീസ് കീപ്പിംഗ് മിഷനായിട്ടാണ് അവിടെ പോയത്, അതായത് സമാധാന സേനയായിട്ടാണ് നമ്മളവിടെ പോയത്. പക്ഷേ അത് എസ്കലേറ്റ് ചെയ്തിട്ട് കൗണ്ടർ ഇൻസർജൻസി കോൺഫ്ലിക്റ്റായിട്ട് മാറി. കോസ്റ്റിംഗ് ഓവർ 1,150 Indian lives and resulting in withdrawal following disagreements. അങ്ങനെ പതിയെ നമ്മുടെ ഒരുപാട് കാഷ്വാലിറ്റി, അതായത് 1150 പേര് ഇന്ത്യൻ സേന അവിടെ മരിച്ചു വീഴുകയുണ്ടായി. സോ ഇറ്റ് ഈസ് ഹൊറിബിൾ. നമ്മുടെ ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാവുന്നതിലും എത്രയോ മുകളിലാണ്. കീ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദി മിഷൻ ഇനിഷ്യേറ്റഡ് ഓൺ July 29, 1987 aimed to end the Sri Lankan civil war by enforcing a ceasefire and disarming groups like the LTTE. അതായത് LTTE നിരായുധരാക്കുക, എന്നിട്ടൊരു സീസ് ഫയർ ഉണ്ടാക്കുക. അതാണ് മെയിനായി നമ്മളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നത്. 29 July 1987 നമ്മളവിടെ പോകുന്നത്. എയർ ലിഫ്റ്റായിട്ട് ഇവിടുന്ന് നമ്മളെ പട്ടാളക്കാർ പോവുകയാണ്. ഓപ്പറേഷൻ പവൻ launched on October 6, 1987. This major offensive aimed to secure the Jaffna Peninsula after the LTTE turned against the Indian forces. അപ്പോൾ ഈ LTTE IPKF ചെന്ന ഉടനെ തന്നെ അതിൻ്റെ എഗൻസ്റ്റായി അവർ. അപ്പോൾ സിംഹാളീസ് പിൻവാങ്ങി കാണുമല്ലോ അവിടെ നിന്ന്. അപ്പോൾ അവരുടെ മെയിൻ ശത്രു ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആണെന്നുള്ള ധാരണയിൽ LTTE IPKFനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് വേറെ മാർഗമില്ല. അപ്പോൾ IPKF ഓപ്പറേഷൻ പവൻ എന്നുള്ള രീതിയിൽ ഒരു കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യാനുണ്ടായത് October 6. ഡിപ്ലോയ്മെൻറ്റ് സ്കെയിൽ അറ്റ് ഇറ്റ്സ് പീക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ കൂടിയും കുറഞ്ഞിരിക്കും, ചിലവർ പോവും വരും, അങ്ങനെയൊക്കെ ഇരിക്കും. അറ്റ് ഇറ്റ്സ് പീക്ക് ദി IPKF കൺസിസ്റ്റഡ് അപ്രോക്സിമേറ്റ്ലി 75,000 to 1 lakh. 1,00,000 പേര് ഇന്ത്യൻ സേന അവിടെ ഡിപ്ലോയ് ആയിരുന്നു. പേഴ്സണൽ ഇൻക്ലൂഡിങ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് യൂണിറ്റ്സ്, ഇവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഔട്ട്കം ഫേസിങ് അൺകൺവെൻഷണൽ ഗറില്ല ടാക്ടിക്സ്. ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അൺകൺവെൻഷണലായിട്ടുള്ള ഗറില്ല ടാക്ടിക്സാണ്. ഗറില്ല ടാക്ടിക്സിന് അവർക്കൊരു നീതിയും നിയമമൊന്നുമില്ല. സാധാരണ ഒരു യുദ്ധത്തിൻ്റെ യാതൊരു ഇതുമില്ല. അവർ പെട്ടെന്ന് എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടും, അറ്റാക്ക് ചെയ്യും, അംബുഷ് ചെയ്യും. ലൈക്ക് ദി ലാക്ക് ഓഫ് ലോക്കൽ സപ്പോർട്ട് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കംപ്ലീറ്റ് തമിഴിയൻസാണ് അവിടെ താമസിക്കുന്നത്. അവർ IPKFനെ ഒരു ശത്രുവായിട്ട് കണ്ടു. ദി ഫോഴ്സ് വിത്ഡ്രോ ഓൺ March 24, 1990. 1990 March 24 നമ്മൾ അവിടുന്ന് വിത്ഡ്രോ ചെയ്യാണ്. മാർക്കിംഗ് എ ചാലഞ്ചിങ് ചാപ്റ്റർ ഇൻ ഇന്ത്യൻ മിലിറ്ററി ഹിസ്റ്ററി. ഏറ്റവും വലിയ ഒരു ചാലഞ്ചിങ് ചാപ്റ്ററായിട്ട് മാറിയ ഒരു സംഭവമാണത്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ആളുകളെ മരിച്ചു വീണിട്ട് പോലും, ഇത്രയും പട്ടാളക്കാർ 1150 പട്ടാളക്കാർ മരിച്ചു വീണിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു ബഹുമാനമോ റെസ്പെക്റ്റോ നമുക്ക് ശ്രീലങ്ക ഗവൺമെൻറ്റൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ തമിഴ് വംശജരുടെ, ഈവൺ ഇന്ത്യയിലുള്ള തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ പോലും എതിർപ്പിന് പാത്രമാകേണ്ടി വന്നു ഇന്ത്യൻ ഗവൺമെൻറ്. അതാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുമ്പോൾ. ഇറ്റ് ഈസ് വെരി സാഡ് ആക്ച്വലി. മെമ്മോറിയൽ. A memorial for the fallen soldiers exists in Colombo with recent commemorations highlighting the sacrifices made. ഇപ്പോൾ അവിടെ ഒരു മെമ്മോറിയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. ബട്ട് ഫാളൻ സോൾജിയേഴ്സ്, മരിച്ചു വീണ സോൾജിയേഴ്സ് എന്നും ഒരു ദുഃഖമായി എന്നെപ്പോലുള്ളൊരു സൈനികൻ്റെ ഉള്ളിൽ എന്നും അവശേഷിക്കും. I consider LTTE war
അതായത് നമ്മുടെ IPKFനെ അവിടെ അയച്ചതും LTTEയുമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയതും ഇറ്റ് വാസ് അബ്സല്യൂട്ട് അൺനെസസറി ആൻഡ് നോൺസെൻസ്. എനിക്കത് ഇന്നും ദഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വല്ലവൻ്റെയും രാജ്യത്ത് പോയിട്ട് നമ്മുടെ ആളുകൾ എന്ന് പറയുക ഇന്ത്യൻ വംശജരെന്ന് അഹങ്കരിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മൾ തന്നെ പോയിട്ട് ഇല്ലായ്മ ചെയ്യുക. നിങ്ങൾ ആ രീതിയിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാവും. ഇറ്റ് വാസ് അൺവാണ്ടഡ് ഓപ്പറേഷൻ. ഐ തിങ്ക് ഇങ്ങനെയുള്ള തീരെ ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളുടെയൊക്കെ ഒരു പരിണത ഫലം ആയിരിക്കും ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ ഓപ്പറേഷൻസ്. അപ്പോൾ LTTയുടെ എൻഡ് ഓഫ് LTT. എന്നാൽ ഈ IPKFന് അവരെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. LTTയെ അമർച്ച ചെയ്തത് സിംഗളീസ് തന്നെയാണ്. എൻഡ് ഓഫ് LTT. ദി LTTE ഇൻസർജൻസി ഒഫീഷ്യലി എൻഡഡ് ഓൺ May 9, 2009. 2009 എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അവരെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞത്. വെൻ ദി ശ്രീലങ്കൻ മിലിറ്ററി ഡിഫീറ്റഡ് ദി ഗ്രൂപ്പ്, കില്ലിംഗ് ലീഡർ വേലുപ്പിള്ളൈ പ്രഭാകരൻ ആൻഡ് ക്യാപ്ചറിങ് ഓൾ റിമൈനിങ് ടെറിട്ടറി. അവരുടെ തമിഴ് ഓർഗനൈസേഷൻ്റെ LTTയുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ ടെറിട്ടറിയും അവർ തിരിച്ചു പിടിച്ചു, സിംഹളീസ്. This concluded 26-year civil war that resulted in over 1 lakh deaths. അങ്ങനെ 26 വർഷം നീണ്ടു നിന്ന ഒരു സിവിൽ വാർ, ശ്രീലങ്കയിൽ നടന്ന ഒരു സിവിൽ വാറിന് അന്ത്യമുണ്ടാവുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു 2-3 വർഷത്തേക്ക് പോയിട്ട് ഇന്ത്യ അവിടെ കയറി കളിച്ച് ഉള്ള പേരും കളഞ്ഞ് വരികയുണ്ടായി. വെരി ബാഡ്. അപ്പോൾ ഇതൊക്കെയാണ് അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അത് വേറെ രീതിയിൽ നേരിടണമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് ആൻ ആർമി വി ഷുഡ് ഹാവ് യൂസ്ഡ് അവർ ഡിപ്ലോമാറ്റിക് ചാനൽസ് ടു റിസോൾവ് സച്ച് ഇഷ്യൂസ്. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് എന്ന് പറഞ്ഞാൽ തമിഴ് പുലികൾ നമ്മുടെ ശത്രുക്കളായി മാറിയല്ലോ. അന്ന് അവർ നോക്കുമ്പോൾ രാജീവ് ഗാന്ധി എടുത്തൊരു ഡിസിഷനാണ് അവരെ തകർക്കാൻ വേണ്ടി ഇന്ത്യൻ സേനയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി രാജീവ് ഗാന്ധി ബിക്കെയിം ദെയർ നമ്പർ 1 എനിമി. ഓക്കെ, അങ്ങനെയാണ് ശ്രീ പെരുമ്പത്തൂർ എന്ന സ്ഥലത്ത് ഒരു രാഷ്ട്രീയ സമ്മേളനം അതായത് പൊതുയോഗത്തിന് അറ്റൻഡ് ചെയ്ത ശ്രീമാൻ രാജീവ് ഗാന്ധിയെ അവിടെ ഒരു ക്ലാസിക് സൂസൈഡ് ബോംബ് അറ്റാക്കിൽ വധിക്കുന്നത്. അതും കൂടി ആയപ്പോൾ പിന്നെ നമുക്ക് LTT IPKF എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രം. We lost one of the brightest leaders in the country. രാജീവ് ഗാന്ധി വധം ശ്രീ പെരുമ്പത്തൂരിൽ നടക്കുമ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ചന്ദ്രശേഖർ. ആ സമയത്ത് ഒരു മൈനോറിറ്റി ഗവൺമെൻറ്റായിരുന്നു, വീക്ക് ഗവൺമെൻറ്റായിരുന്നു. അതെല്ലാം അവിടുത്തെ ഒരു കൂട്ടത്തിൽ പറയേണ്ട കാര്യങ്ങളാണ്. ഈ രാജീവ് ഗാന്ധിയെ ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് എനിക്ക് ഓർമ്മ വന്നു. ജസ്റ്റ് ഒന്ന് പറയാം. രാജീവ് ഗാന്ധി എഴുതിയിട്ടുണ്ട്, എ ഗ്രേറ്റ് കൺട്രി ഈസ് നോട്ട് വൺ വിച്ച് മിയർലി ഹാസ് എ ഗ്രേറ്റ് പാസ്റ്റ്. ഔട്ട് ഓഫ് ദി പാസ്റ്റ് മസ്റ്റ് അറൈസ് എ ഗ്ലോറിയസ് ഫ്യൂച്ചർ. അതായത് ഒരു ഗ്രേറ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രേറ്റ് പാസ്റ്റുള്ള കൺട്രി മാത്രമല്ല, ആ ഗ്രേറ്റ് പാസ്റ്റിൽ നിന്ന്, നമ്മുടെ ഭൂതകാലത്ത് നിന്ന് ഒരു ഗ്ലോറിയസ് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഒരു ഗ്രേറ്റ് കൺട്രി എന്ന് പറയുന്നതിൽ കാര്യമുള്ളൂ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വെരി ഗുഡ്. സോ ഇതിനകത്ത് ശ്രീലങ്കയുടെ ഇലക്ഷൻ നടത്തിച്ചു. IPKF stabilized Staffna and enabled Tamil elections. Okay. But India's wavering leadership squandered
ഇറ്റ്സ് ഗെയിൻസ്. നമ്മുടെ മിഷൻ അക്കംപ്ലിഷായി എന്ന് പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തതാണ് ഇന്ത്യൻ ഗവൺമെൻറ്. ബട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തണുപ്പനായ പ്രതികരണം, ആ സമയത്ത് നമ്മൾ തിരിച്ചു പോരണമായിരുന്നു. നമ്മളവിടെ ഇലക്ഷൻ നടത്തി കൊടുത്തു, നമ്മൾ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് പോരണമായിരുന്നു. പക്ഷേ പിന്നെ അവിടെ നമ്മൾ 1990 വരെ മെഴുകി. ലാസ്റ്റ് രണസിംഗെ പ്രേമദാസ, അവരുടെ ശ്രീലങ്കൻ പ്രസിഡൻറ്റ്, നിങ്ങളൊന്ന് പോയി തരുമെന്ന് ചോദിക്കേണ്ട ഒരു ഗതിയോട് വന്നു. അപ്പോൾ ഒരു സൈനികൻ എന്നുള്ള രീതിയിൽ ഐ കൺസിഡർ ഇറ്റ് ആസ് നമ്മുടെ ഒരു അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന ഒരു പരിപാടിയല്ലായിരുന്നു. ഒരു സൈനികൻ്റെ ആത്മവീര്യം ചോർത്തുന്ന ഒരു സംഭവമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. എനിവേസ്, എത്രയോ വീരമൃത്യു വരിച്ച സൈനികരുടെ വീടുകളിലുള്ള ദുഃഖവും ആ ഒരു രാജ്യത്തിന് വേണ്ടി അവർ വീരകൃത്യം ജയിച്ചില്ല, അവരുടെ അച്ഛനമ്മമാർക്കുള്ള ആത്മാഭിമാനവും എല്ലാം ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു ഗവൺമെൻറ് അന്ന് അത് ചെയ്തില്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരു സൈനികൻ എന്ന എനിക്ക് വളരെ ദുഃഖമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് ഓൺലി. ഒരു സൈനികൻ്റെ വ്യഥ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി മരിക്കുക എന്ന് മാത്രം ആണെന്ന് എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും കാണാം. ടിൽ ദെൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.